ശ്രീ സ്കന്ദമഹാപുരാണം വേദവ്യാസ വിരചിതമായ 18 പുരാണങ്ങളിൽ ഏറ്റവും ബൃഹത്തായതാണ്. അതിൻ്റെ ശ്ലോകസംഖ്യ 81,000. ഓരോ പുരാണത്തിൻ്റെയും ശ്ലോകസംഖ്യ ഇത്ര വീതം എന്ന് മിക്കവാറും എല്ലാ പുരാണങ്ങളിലും നമുക്ക് പരാമർശിച്ച് കാണാം. ഇപ്പോൾ ഭാഗവതം ധാരാളമായിട്ട് നമുക്ക് കേട്ടുപരിചയമുള്ള ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ ദ്വാദശസ്കന്ധത്തിൻ്റെയും ഏറ്റവും ഒടുവിൽ വരുന്ന അധ്യായത്തിൽ ഈ ശ്ലോകസംഖ്യയൊക്കെ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. 12ാം സ്കന്ധത്തിൽ തന്നെ 7ാം അധ്യായത്തിലൊക്കെ നോക്കിയാൽ കാണാം. അങ്ങനെ പലയിടത്തും പല പുരാണങ്ങളിലും ഓരോ പുരാണത്തിൻ്റെയും ശ്ലോകസംഖ്യ ഇത്ര വീതം, അതായത് ശ്ലോകസംഖ്യയെ കണക്കാക്കിയിട്ട് കൂടിയിട്ടാണ് ഈ യജ്ഞ സമ്പ്രദായം. ഇപ്പം നമുക്കറിയാം, ദേവീ ഭാഗവതം 9 ദിവസമാണ്, ശ്രീമദ് ഭാഗവതം അത് 7 ദിവസമാണ്, സപ്താഹയജ്ഞം. ദേവീ ഭാഗവതം നവാഹയജ്ഞമാണ്. ശിവമഹാപുരാണം അത് 11 ദിവസമാണ്, ഏകാദശാഹയജ്ഞമാണ്. അങ്ങനെ ഒരു ദിവസം ഏകദേശം 2000-ഓളം ശ്ലോകം ആണ് നമുക്ക് ഒരു പകലുകൊണ്ട് പാരായണം ചെയ്യാൻ പറ്റുക. അപ്പോൾ 80,000-ത്തിലധികം ശ്ലോകം വേണമെങ്കിൽ സാമാന്യമായി ചിന്തിച്ചാൽ അറിയാം 40 ദിവസത്തിലധികം വേണം. അതുകൊണ്ടാണ് 41 ദിവസം, ഒരു മണ്ഡലക്കാലം എന്നാണ് അതിനെ നിജപ്പെടുത്തിയിട്ടുള്ളത്. വളരെ വിരളമായി കേരളത്തിൽ തന്നെ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഈ 41 ദിവസം നീണ്ടുനിന്ന യജ്ഞം ഒരിക്കൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇത്രയും ഈ വിസ്തരിച്ച് ഈ പുരാണത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഈ 41 ദിവസം യജ്ഞരൂപത്തിൽ നടത്തുക എന്നുള്ളതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട്. എല്ലാ പുരാണങ്ങളുടെയും കൂടി ആകെ ശ്ലോകസംഖ്യ, ഇന്ന് ലഭ്യമായിട്ടുള്ള ശ്ലോകസംഖ്യ 4 ലക്ഷം ആണ്. അതിൽ നമ്മളിവിടെ അതിൻ്റെ ഏകദേശം ഒരു 1/6 ഭാഗം എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലെങ്കിൽ ഒരു 1/7 അത്രയും ശ്ലോകസംഖ്യ അടങ്ങുന്ന ശിവരഹസ്യഖണ്ഡം. ഇപ്പോൾ ഇവിടെ സ്കന്ദപുരാണത്തിൽ 6 സംഹിതകളായിട്ടാണ് കഥകളെ ഒട്ടാകെ വർണ്ണിച്ചിട്ടുള്ളത്. അതിൽ ശങ്കരസംഹിത, ആ ശങ്കരസംഹിതയിലെ ശിവരഹസ്യഖണ്ഡം, അതായത് പാർവതീപരിണയം, ഈ സ്കന്ദാവതാരം സുബ്രഹ്മണ്യസ്വാമിയുടെ ആവിർഭാവത്തെക്കുറിച്ച് പറയാൻ വേണ്ടി അതിൻ്റെ തുടക്കമായിട്ടുള്ള പാർവതീ ചരിത്രം, പാർവതീ പരിണയം. അതിൻ്റെ മുന്നോടിയായി വരുന്ന ആരാണ് ദേവി പാർവതിയായി ഹിമവൽ പുത്രിയായി വന്ന് അവതരിച്ചത്? സാക്ഷാൽ പരാശക്തി തന്നെയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും പുരാണങ്ങളിൽ പാർവതീ ചരിത്രം പറയുന്നതിന് മുൻപ് സതീചരിത്രം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ശിവപുരാണം എടുത്തു നോക്കിയാൽ കാണാം, ദേവീ ഭാഗവതത്തിൽ കാണാം. ഭാഗവതത്തിൽ സതീചരിത്രം മാത്രമേ പറയുന്നുള്ളൂ ദക്ഷയാഗം കഥയിൽ. പിന്നീട് പാർവതീ ചരിത്രത്തെ ഒരു സൂചന മാത്രം കൊടുത്ത് കടന്നുപോയിരിക്കുകയാണ്. അപ്പം അങ്ങനെ സതീചരിത്രവും സതീദേവിയുടെ കഥയും പാർവതീ പരിണയം അത്രയൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മൾ സ്കന്ദാവതാരം, കാർത്തികേയ അവതാരത്തിലേക്ക് എത്തിച്ചേരുക. തുടർന്ന് അവതാര ലീലകളാണ്. ഏതൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്? അപ്പോൾ പുരാണത്തിൽ കഥാരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അസുര നിഗ്രഹത്തിനായിട്ടാണ്. എല്ലാ ദേവാവതാരങ്ങളും എല്ലാ ദേവതാ അവതാരങ്ങളുടെയും ഉദ്ദേശം കഥാരൂപത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ ആസുരീകതയെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം, എപ്പോഴും നമ്മൾ ഒരു കഥാരൂപത്തിൽ മാത്രമല്ല പുരാണത്തെ കാണേണ്ടത്, അതിനൊരു മറുവശമുണ്ട് എന്നാണ്. എല്ലാം കഥകളും ഒന്നുകിൽ അമാനുഷികമായതോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളതോ കെട്ടുകഥകൾ എന്ന് തോന്നിപ്പിക്കുന്നതോ ഒക്കെ ആയ രീതിയിലാണ് എല്ലാ പുരാണങ്ങളിലെയും മിക്ക കഥകളും. പക്ഷെ നമ്മൾ അധികം പേരും ഈ പുരാണ കഥകളെ അതിനെ ആ ഉപരിതലത്തിൽ നിന്ന് മാത്രം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. രുക്മിണീ സ്വയംവരം പോലും, ഭാഗവതത്തിലെ രുക്മിണീ സ്വയംവരത്തിൻ്റെ അന്ന് നമ്മൾ 10 പേര് കൂടുതലുണ്ടാവും. എല്ലായിടത്തുമുള്ള അനുഭവമാണ്. അവിടെ എന്തിനാണ് നമ്മൾ
രുക്മിണി കൃഷ്ണന്മാരെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അത് വളരെ അധികം ആഘോഷമാക്കി പരസ്പരം മാലയിടിക്കുക, കുട്ടികളെ രുക്മിണി കൃഷ്ണന്മാരായിട്ട് വേഷം കെട്ടിക്കുക. ഇങ്ങനെ അതിൻ്റെ ഉപരിതലത്തിൽ ആ കഥയുടെ സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ കുറേ കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് മാത്രമാണ് ആ കഥയെ നമ്മൾ കേൾക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ രുക്മിണി സ്വയംവരം എന്ന കഥ വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ പറഞ്ഞത് എന്തിനാണ്, അതിൻ്റെ മറുവശം എന്താണ്, അതിൻ്റെ അധ്യാത്മതത്വം എന്താണ് എന്ന് കേൾക്കാൻ നമുക്ക് ക്ഷമയില്ല. എത്ര ഭാഗവതം, എത്ര സപ്താഹം കേട്ടവരാണെങ്കിലും ഒരു സപ്താഹത്തിന് രുക്മിണി സ്വയംവരം ആഘോഷമാക്കിയില്ല എങ്കിൽ അതിപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന സമൂഹമാണ് നമ്മളുടേത്, നിർഭാഗ്യവശാൽ. അങ്ങനെ തന്നെ പറയണം. കാരണം നമുക്ക് ഇതിൻ്റെ താത്പര്യം എന്ത്, വലിയ ബൃഹത്തായ ഈ സ്കന്ദപുരാണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് സ്കന്ദസങ്കല്പം, കഷ്ടിച്ച് ഇപ്പോഴാണ് ഇതിനൊരു ഉണർവ് വന്നു തുടങ്ങിയിട്ടുള്ളത്. 2025 നമ്മൾ ഈ സ്കന്ദൻ്റെ പ്രാധാന്യം, ഒരു കുമരമതം, ആ സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ കാർത്തികേയൻ അല്ലെങ്കിൽ മുരുകൻ, തമിഴിൽ മുരുകൻ, കുമാരൻ എന്നൊക്കെ അവർ നമ്മളെക്കാൾ കൂടുതൽ, നമ്മൾ കേരളീയരെക്കാൾ കൂടുതൽ വളരെയധികം കൊണ്ടാടപ്പെടുന്നതായ ഒരു അവതാര സങ്കല്പം അല്ലെങ്കിൽ ദേവതാ സങ്കല്പം തന്നെയാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ ഈ പുരാണകഥയിൽ ആദ്യം പറഞ്ഞതുപോലെ ഭാഗവതത്തിലെ രുക്മിണി സ്വയംവരം ജീവബ്രഹ്മ ഐക്യമാണ്. ഒരു ജീവന് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കാനുള്ള തടസ്സമെന്ത് എന്നും അതിനെ എങ്ങനെയാണ് ജീവൻ തരണം ചെയ്യുന്നത് എന്നുമൊക്കെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ആ അത്രയും 5 ദിവസം ഭാഗവത സപ്താഹത്തിൽ കഥകൾ പറഞ്ഞ് വേദവ്യാസ മഹർഷി 6-ാം ദിവസം കുറേ ഉപദേശങ്ങൾ പറയുന്നുണ്ട്. അതും നോക്കിയാൽ കാണാം. ഒരു സപ്താഹയജ്ഞ സദസ്സിലും 5-ാം ദിവസമുള്ള തിരക്കിൻ്റെ 10-1 പോലും ആൾക്കാർ ഈ 6-ാം ദിവസത്തെ കേൾക്കാനുണ്ടാവില്ല. ഏകാദശ സ്കന്ധം ഭാഗവതത്തിലെ വളരെ അധികം പ്രാധാന്യത്തോടുകൂടി ഉപദേശങ്ങളെ തന്നതായ ഭാഗം കേൾക്കാൻ ആരും ഉണ്ടാവില്ല. കഷ്ടിച്ച് വായിക്കുന്നവർക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അവരവിടെ ഉണ്ടാവും. പിന്നെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യണം, ആൾക്കും പോകാൻ പറ്റില്ലാത്തതുകൊണ്ടുണ്ടാവും. പിന്നെ ഒരു 50 കസേര 5 ആളും ഉണ്ടാവും. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ഏകാദശം ഘോരം പലയിടത്തും പ്രസംഗിക്കേണ്ടി വരിക. അപ്പം നമ്മൾ എന്തുകൊണ്ടോ എത്രയോ തലമുറകളായി കൈമാറി കിട്ടിയ കലിയുഗത്തിൽ ജ്ഞാനയജ്ഞത്തിനാണ് പ്രാധാന്യമെന്ന് പറഞ്ഞു തന്നുകൊണ്ട് തന്ന ഒരു പുരാണവും നോക്കണം, നമ്മളുടെ അറിവിൻ്റെ ഭണ്ഡാകാരമായി തന്നതാണ് ഈ പുരാണങ്ങളെല്ലാം തന്നെ. വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഉപപുരാണങ്ങളും. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മേഖലയിൽ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് 30 വർഷത്തിലധികമായി. ആദ്യമായിട്ടാണ് ഉള്ളത്, തുറന്നു പറയുകയാണ്, ആദ്യമായിട്ടാണ് ഈ പുസ്തകം വായിക്കുന്നത്. യാതൊരു സങ്കോചമില്ലാതെ പറയുകയാണ്. എനിക്ക് അഭിമാനത്തോടു കൂടിയൊന്നും ഞാനിത് പഠിച്ച ആളാണെന്ന് പറയാൻ തയ്യാറില്ല. ഇതിൻ്റെ പൂർണ്ണരൂപം എല്ലാ പുരാണങ്ങളും നമുക്ക് അച്ചടിച്ചു തരുന്ന ഇന്ത്യയിലെ, ഭാരതത്തിലെ ഒരു സ്ഥലമാണ് ഗീതാ പ്രസ് എന്ന് പറയും. സംസ്കൃതത്തിലാണ് അവിടെ പുസ്തകങ്ങൾ ലഭിക്കൂ, സംസ്കൃത ലിപിയിലേ ലഭിക്കൂ. പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കിട്ടും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ. പക്ഷേ എല്ലാ ശ്ലോകങ്ങളും സംസ്കൃതത്തിലാണ്. അവിടെ അന്വേഷിച്ചു ഈ സ്കന്ദപുരാണം പൂർണ്ണ രൂപത്തിൽ എല്ലാ വോളിയവും കൂടിയിട്ട്. ഇപ്പം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിലവിൽ ഔട്ട് ഓഫ് പ്രിൻ്റാണ്. അതിൻ്റെ ഒരു മുഴുവൻ കിട്ടണമെങ്കിൽ 15,000-ഓളം രൂപ വേണം. എന്നാലും അത് വാങ്ങണമെന്ന ആഗ്രഹമുണ്ട്, സൂക്ഷിക്കാനെങ്കിലും. അപ്പോൾ പറഞ്ഞു വന്നത് ഇതേപോലെ ഈ 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും ഉപവേദങ്ങളും മറ്റെത്രയോ ന്യായശാസ്ത്രങ്ങളുണ്ട്, മീമാംസ ഗ്രന്ഥങ്ങളുണ്ട്, ഒരുപാടുണ്ട്. 18ഓളം വിദ്യകൾ തന്നെയുണ്ട്. അതിലൊരു വിദ്യ മാത്രമാണ് പുരാണം എന്ന് പറയുന്നത്. ആയുർവേദം വരുന്നുണ്ട്, ധനുർവേദം ഉണ്ട്, സ്ഥാപത്യവേദം വരുന്നുണ്ട്, നാട്യശാസ്ത്രം വരുന്നുണ്ട്. ഇതൊക്കെ അതിൽ വരുന്നതാണ്, അതിൻ്റെ ഉപവിഭാഗങ്ങളായിട്ട്. എല്ലാം ശാസ്ത്രമാണ്. ജ്യോതിഷം അത് ശാസ്ത്രമായിട്ടാണ് നമ്മളുടെ ഇതിൽ പറയുക. ഹസ്തരേഖ അത് ശാസ്ത്രമായിട്ടാണ് പറയുക. ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, അറിവുകൾ, ആ അറിവിൻ്റെ ഒരു ഖനിയുടെ മുകളിലാണ് നമ്മളിരിക്കുക.